പേപ്പർ മെഡിക്കൽ റെക്കോർഡ് സയൻസ് യൂണിറ്റ് 1 കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് മെഡിക്കൽ റെക്കോർഡ്സ് ഫയലിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ഇതിൽ വരുന്നത് ന്യൂമറിക് ഫയലിംഗ് സിസ്റ്റം എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റത്തെ സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് ആണ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് എന്താണ്, അസെൻഡിങ് ഓർഡറിലാണ്, ചെറുതിൽ നിന്നും വലുതിലേക്കാണ് പോകുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിളാണ് 4 റെക്കോർഡിൻ്റെ നമ്പർ 65023 ആണ് ആദ്യത്തെ, 224 ആവും. അതായത് 65024 പിന്നെ 65025 അങ്ങനെ ഓർഡറിൽ പോകുന്നതാണ് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ പാറ്റേൺ ആണ്, പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അടുത്ത നമ്പർ കഴിഞ്ഞാൽ അടുത്ത നമ്പർ വരും, അത്ര തന്നെയാണ് ഇതിൽ വരുന്നുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. അത് വരുന്നത് 6 ഡിജിറ്റ് അല്ലെങ്കിൽ 7 ഡിജിറ്റ് നമ്പറായിട്ടാണ്. നമുക്ക് ഹൈഫൺ ഇട്ടിട്ടോ അല്ലെങ്കിൽ 3 പാർട്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഹൈഫണോ അല്ലെങ്കിൽ കോമയോ ഇട്ടിട്ട് എന്ത് ചെയ്യാം, അത് പാർട്ടാക്കാൻ കോമയില്ല, ഹൈഫൺ ആയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അതിൽ ഈച്ച് പാർട്ട് എന്തുണ്ടായിരിക്കും, 2 ഡിജിറ്റുകളായിരിക്കും. അതിൽ പ്രൈമറി ഡിജിറ്റ്സ് എന്ന് പറയുന്നത് അവസാനത്തെ 2 നമ്പറായിരിക്കും. സെക്കൻഡറി ഡിജിറ്റ്സ് എന്ന് പറയുന്നത് നടുക്കിലത്തെ 2 നമ്പറും. ആദ്യത്തെ 2 നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടേർഷ്യറി നമ്പർ എന്ന് പറയണത്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ടേർഷ്യറി ഡിജിറ്റ്. അപ്പോൾ പ്രൈമറി ഡിജിറ്റ് അവസാനത്തെ 2 ഓക്കെ, ടേർഷ്യറി ഡിജിറ്റ് അല്ലെങ്കിൽ പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത് അവസാനത്തെ 2, സെക്കൻഡറി ഡിജിറ്റ്സ് എന്ന് പറയുന്നത് നടുക്കിലത്തെ 2, ദെൻ ടേർഷ്യറി എന്ന് പറയുന്നത് ആദ്യത്തെ 2. ഓക്കെ, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത് 100 പ്രൈമറി സെക്ഷൻസ് ആണുള്ളത്. അത് 00 മുതൽ 99 വരെ ഉണ്ട്. അപ്പോൾ സ്റ്റാഫിന് എന്ത് കൺസിഡർ ചെയ്യണം, പ്രൈമറി സെക്ഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ അത് റെക്കോർഡിനെ ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഓരോ പ്രൈമറി സെക്ഷനും ഓരോ ഗ്രൂപ്പ് റെക്കോർഡിനും മാച്ച് ചെയ്തിട്ട് വേണം സെക്കൻഡറി ഡിജിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 663106 06 എന്ന് പറയുന്നത് പ്രൈമറി ഡിജിറ്റും 31 എന്നുള്ളത് എന്താണ്, നമ്മുടെ സെക്കൻഡറിയും 66 എന്നുള്ളത് എന്താണ്, ടേർഷ്യറിയുമാണ്. ഓക്കെ, ഇതിൽ ടേർഷ്യറി ഡിജിറ്റുകളാണ് നമ്പർ മാറിക്കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, പിന്നെ 3 ടൈപ്പ് ഫയലിംഗ് ആണ് വരുന്നത്. അതിൽ ഒന്ന് ടേർഷ്യറി മാറിക്കൊണ്ടിരിക്കുന്നത് വാല്യൂസ്, രണ്ടാമത്തെ സെക്കൻഡറി മാറിക്കൊണ്ടിരിക്കുന്നത്, മൂന്നാമത്തെ പ്രൈമറി മാറുന്നത്. ഓക്കെ, അതാണ് ഇതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 5 ഡിജിറ്റിൻ്റെ ബ്രേക്കിംഗ് നമ്മൾ കാണാറുണ്ട്, 6 ഡിജിറ്റിനെയും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിജിറ്റുകൾ ചെയ്യുന്ന സമയത്ത്, ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ 5 നമ്പറാണ് വന്നെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യണം, ലാസ്റ്റത്തെ 2 ഒരുമിച്ചിട്ട്, അപ്പോൾ എന്നിട്ട് ഹൈഫൺ ഇടാം. ദെൻ നടുക്കിലത്തെ അടുത്ത സെക്കൻഡ് പാർട്ട് 2 ഒരുമിച്ച്, അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഹൈഫൺ ഇട്ടാൽ ബാക്കി എത്ര നമ്പറുകളുണ്ടോ അത് അതിൽ ആഡപ്പ് ചെയ്ത് പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ 2 ഹൈഫണിലാണ് നമ്മൾ നിർത്തേണ്ടത്. ഇതിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജസ് ഉള്ളത് ടെർമിനൽ ഡിജിറ്റ് ഫയലിങ്ങിനാണ്. അതായത് ഫസ്റ്റത്തെ 2 നമ്മൾ ഷെൽഫിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് 100 പ്രൈമറി സെക്ഷൻസോളം നമുക്ക് എന്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഈ ടേർഷ്യറിയുടെ ഇതിൽ മാറ്റം വന്നാൽ പറ്റും അല്ലേ. കാരണം നമുക്ക് ലാസ്റ്റത്ത് നിങ്ങൾ നോക്കിയറിയാം, 7 ഡിജിറ്റിൽ നോക്കിയേ 765 മുതൽ നമുക്കപ്പോൾ അത് വലിയ നമ്പറുകൾ മാക്സിമം 999 വരെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മുടെ ഈ കാറിൻ്റെയൊക്കെ നമ്പറിങ് ഒക്കെ ഒരു പാറ്റേണിലല്ലേ, അതുപോലത്തെ ഒരു പാറ്റേൺ ആണ് ഈ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് അഡ്വാൻറ്റേജസ്. ടെർമിനൽ ഡിജിറ്റ് ഫയലിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയണത്. മിസ് ഫയലിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിസ് ഫയലിംഗ് മാക്സിമം കുറയ്ക്കാൻ പറ്റുന്നത് എപ്പോഴാണ്, ടെർമിനൽ ഡിജിറ്റ് ഫയലിങ്ങിൻ്റെ സമയത്താണ്. ഓക്കെ, ഇനി സ്റ്റാഫുകൾ കൂടുതൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്താണ്, ഒരൊറ്റ പേരിനെ മാത്രമേ നമുക്കപ്പോൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ, അതിൽ കറക്റ്റ് അല്ലേ നോക്കിയാൽ മതി, കാരണം ബാക്കിയൊക്കെ സെയിം ആയിരിക്കുമല്ലോ. ദെൻ ട്രെയിനിങ് പീരീഡിൻ്റെ സമയത്ത് മെഡിക്കൽ റെക്കോർഡ് അസിസ്റ്റൻറ്റ് കൂടുതലും സ്റ്റഡി ചെയ്യേണ്ടതും ടെർമിനൽ ഡിജിറ്റ് സിസ്റ്റമാണ്. കാരണം സ്ട്രെയിറ്റ് ന്യൂമറിക്കിനേക്കാളും കൂടുതൽ സ്റ്റഡി ചെയ്യുന്നതും അപ്ലിക്കേഷൻസും അഡ്വാൻറ്റേജസും കൂടുതലുള്ളത് ഏത് സിസ്റ്റത്തിനാണ്, ടെർമിനൽ ഡിജിറ്റ് സിസ്റ്റത്തിനാണ്. ദെൻ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൽ വരുന്ന സമയത്ത് സ്റ്റാഫ് ഫയൽ റെക്കോർഡ് ചെയ്യണത് ടെർമിനൽ ഡിജിറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇനി മിഡിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി സെക്കൻഡറി ടേർഷ്യറി ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും, പൊസിഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 96 എന്താണ്, ടേർഷ്യറി ആണ് ഈ മിഡിൽ ഡിജിറ്റ് ഫയലിങ്ങിൽ. അപ്പം മിഡിലായിരിക്കും എന്ത് വരുന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ടെർമിനൽ ഫയലിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും അറ്റത്തുള്ള ആൾക്കാരുകളായിരിക്കും പ്രൈമറി, അപ്പോൾ ഏറ്റവും റൈറ്റ് സൈഡിലുള്ളത്, പിന്നെ അതിൻ്റെ ലെഫ്റ്റിലുള്ള ആൾ സെക്കൻഡറി, അതിൻ്റെ പിന്നെയുള്ള ആൾ ടേർഷ്യറി വന്നു. ടേർഷ്യറി അല്ലെങ്കിൽ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് വരുന്ന സമയത്ത് മിഡിലുള്ള ആൾ പ്രൈമറിയും അതിൻ്റെ ലെഫ്റ്റിലുള്ള ആൾ എന്ത് വരും, സെക്കൻഡറിയും, റൈറ്റിലുള്ള ആൾ എന്ത് വരും, ടേർഷ്യറി ആയിട്ടും വരും. അതാണ് വ്യത്യാസം വരുന്നത്. ഇതിൻ്റെ മിഡിൽ ഡിജിറ്റിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, 100-ലുള്ളതെന്ന് നമുക്ക് പുൾ ഔട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. സെക്കൻഡ്
സ്ട്രേറ്റ് ന്യൂമറിക്കൽ സിസ്റ്റത്തിൽ നിന്നും മിഡിൽ ഡിജിറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റാൻ ഇത്രയും ഈസിയാണ് ടെർമിനലിനെക്കാട്ടിലും. പിന്നെ 100 റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രേറ്റ് ഫയലിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇനി മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് എന്ത് ചെയ്യുന്നു, നമുക്ക് റെക്കോർഡ്സ് ഡയറക്റ്റായിട്ട് സ്ട്രേറ്റ് ന്യൂമറിക്കൽ സിസ്റ്റത്തിൽ നിന്ന് ചെയ്യാൻ പറ്റാത്തത് ഇതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.